142 കോടി വരുന്ന മനുഷ്യർ ജീവിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് ഞാനും നിങ്ങളും പഠിക്കുകയും പറയുകയും പങ്കുവെക്കുകയും ചെയ്ത നമ്മുടെ രാജ്യം എവിടെയാണ് ഈ 2025 എത്തി നിൽക്കുന്നത്? നമ്മൾ മനസ്സിലാക്കുന്നു, ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാർ ജീവിക്കുന്ന രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാണ്. ലോകത്ത് സന്തോഷം കുറഞ്ഞ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ജീവിക്കുന്ന രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാണ്. സ്വന്തം പേരെഴുതാൻ അറിയാത്ത, അക്ഷരമറിയാത്ത നിരക്ഷര കുട്ടികൾ ഏറ്റവും കൂടുതൽ ലോകത്ത് ജീവിക്കുന്ന രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാണ്. സ്വിച്ചിട്ടാൽ വിളക്ക് കത്തുന്ന സാധനത്തിന്റെ പേരാണ് കരണ്ട് എന്ന് ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാതെ മരിച്ചു മണ്ണടിയുന്ന 10,000 ജീവിച്ചു പോകുന്ന ആധുനിക ലോകത്തെ രാജ്യം ഇന്ത്യയാണ്. സ്വന്തം മക്കളെ പോറ്റാൻ ഉടുതുണി അഴിച്ച് ശരീരം നിൽക്കുന്ന ഏറ്റവും കൂടുതൽ സഹോദരിമാർ ജീവിക്കുന്ന രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാണ്. ഈ രാജ്യത്തെ ജനസംഖ്യയിൽ 80% ആളുകൾ നിത്യവൃത്തിക്ക് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന കാർഷിക സമ്പദ്ഘടനയുള്ള നമ്മുടെ രാജ്യത്താണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്ത് ആഗോളവൽക്കരണ ഉദാരവൽക്കരണത്തിന്റെ കുത്തിയൊഴുക്കിൽ 8.5 ലക്ഷം കൃഷിക്കാർ ആത്മഹത്യ ചെയ്ത മണ്ണായി ഈ രാജ്യം അറിയപ്പെട്ടു. നിങ്ങൾ നോക്കൂ, പഞ്ചമി എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ കൈ പിടിച്ചിട്ട് ഞങ്ങൾക്ക് അക്ഷരം പഠിപ്പിച്ച് നിങ്ങളെ പാടം കൊയ്യില്ല എന്നൊരു മനുഷ്യൻ പ്രഖ്യാപിച്ച് ഊരുട്ടമ്പല സ്കൂളിലേക്ക് ചെന്നപ്പോ പഞ്ചമി തൊട്ടു എന്ന് പറഞ്ഞ് ബെഞ്ച് കത്തിച്ച നാടിന്റെ പേരാ കേരളം. ആ കേരളമാണ് നടന്നുപോയി പഠിക്കാവുന്ന ദൂരത്തിൽ പള്ളിക്കൂടങ്ങളുള്ള ലോകത്തെ ഏറ്റവും മികച്ച പൊതുവിദ്യാലയങ്ങളുടെ നാടായി ഈ കേരളം മാറിയത്. AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പഠിക്കുന്ന പള്ളിക്കൂടമുള്ള നാട് പ്രിയപ്പെട്ടവരെ ഇന്ത്യയിൽ ഈ കേരളം മാത്രമേ ഉള്ളൂ. 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി യൂണിഫോമും വസ്ത്രവും ഭക്ഷണവും പാഠപുസ്തകവും നൽകുന്ന ഒരു നാട് ഈ രാജ്യത്തുള്ളൂ, ലോകത്തുള്ളൂ. അതിന്റെ പേരാണ് കേരളം. എല്ലാ ജൂൺ മാസവും ആദ്യത്തെ പ്രവൃത്തി ദിവസം വർണ്ണക്കടലാസും കൊട്ടും പാട്ടുമായി കുട്ടികളെ സ്വീകരിക്കുന്ന ഒരു നാട് ഈ ലോകത്തുള്ളൂ. അതിന്റെ പേരാണ് കേരളം. നിങ്ങൾ നോക്കുക, കഴിഞ്ഞ 8 കൊല്ലമായി അടുത്ത കൊല്ലം പഠിക്കാനുള്ള പാഠപുസ്തകം ഇക്കൊല്ലം സ്കൂൾ പൂട്ടുന്നതിന്റെ മുമ്പ് അച്ചടിച്ച് കെട്ടുകെട്ടാക്കി നമ്മുടെ കുട്ടികളുടെ കൈകളിൽ എത്തിയൊരു കാലം ഈ ചെങ്കൊടി പാറണ കാലമല്ലാതെ ഈ കേരളത്തിന് ഓർമ്മയില്ല. ആ കേരളത്തിൽ 1980 ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കർഷക തൊഴിലാളിക്ക് പെൻഷൻ. എന്തിനാ കർഷക തൊഴിലാളിക്ക് പെൻഷൻ? നമുക്കറിയാം, അന്ന് ജാതി ജന്മി നാടുവാഴിത്തം കൊടികുത്തിവാണ കാലം. ആ കാലത്ത് ജന്മിത്തമ്പുരാക്കന്മാരുടെ ചെളിക്കളങ്ങളിൽ പാടശേഖരങ്ങളിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അങ്ങേ തലയിൽ നിന്ന് ജന്മിയുടെ കാര്യസ്ഥൻ ഒരൊറ്റ കൂക്കൽ കൂവുമ്പോ കുട്ടികളെ ചാലകളിൽ തനിച്ചാക്കി കെട്ടിയവളെ കൂട്ടി ജന്മിമാരുടെ പാടശേഖരങ്ങളിൽ പണിക്ക് പോയി ജന്മിയെ കണ്ടാൽ തലകുനിച്ച്, കാര്യസ്ഥനെ കണ്ടാൽ നടുവളച്ച്, പകലന്തിയോളം നടുവളച്ചും തലകുനിച്ചും പണിയെടുത്ത് വൈകുന്നേരം അവനവന്റെ കീറിയ തോർത്തുമുണ്ടിന്റെ തലപ്പിലിന് മുന്നാഴി പച്ചനെല്ല് കൂലി വാങ്ങി അവനവന്റെ ചാണയിലേക്ക് തിരിഞ്ഞു നടന്ന് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അവനവന്റെ കോലായിലൊരു മണ്ണനുള്ളി പണയം വെച്ചതുപോലെ ഒരു 8 വീടിക്കോ ഒരു നേരത്തെ മുറുക്കാനോ മക്കളുടെ കയ്യിലേക്ക് ഇങ്ങനെ കൈനീട്ടി അപമാനത്തോടെ അച്ഛനും അമ്മയും ഒരു മുത്തച്ഛനും മുത്തശ്ശിയും ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് ആധുനിക സമൂഹത്തിന് അവരെ ചേർത്ത് പിടിക്കേണ്ട കടമയുണ്ടെന്ന്, അവരധ്വാനിച്ചത് അവർക്ക് വേണ്ടിയല്ലെന്ന്, അവർ വിശക്കുമ്പോ മുണ്ടുമുറുക്കി ഉടുത്ത് പാടവരമ്പിലെ കടായിൽ ഇങ്ങനെ വെള്ളം മോന്തി കുടിച്ചിട്ടുണ്ടെന്ന്, പ്രിയപ്പെട്ടവരെ നമ്മുടെ പാടവരമ്പിലെ പനമ്പഴം കടിച്ചു വലിച്ചിട്ടുണ്ടെന്ന്, അവരധ്വാനിച്ചത് പത്തായങ്ങളുടെ ജന്മിപ്പത്തായങ്ങൾ നിറച്ചത് ഈ നാട്ടിൽ എല്ലാവരുടെയും വയറു നിറയ്ക്കാനാണെന്ന്, അതുകൊണ്ട് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അവരെ ചേർത്തു പിടിക്കുക എന്നത് ആധുനിക സമൂഹത്തിന്റെ കടമയാണ് എന്ന് ഈ ലോകത്ത് ആദ്യം പ്രഖ്യാപിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് CPIM എന്നാണ്. ഇതാണ് പെൻഷന്റെ ചരിത്രം, ഇതാണ് പെൻഷന്റെ രാഷ്ട്രീയം. നിങ്ങൾ വാളയാറിലെ കാര്യം മാത്രം നോക്കൂ. വാളയാറിൽ 2 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു, മരിച്ചു. ആത്മഹത്യയാണോ നമുക്കറിയില്ല. അന്ന് CPIM ഇടതുപക്ഷം വേട്ടയാടപ്പെട്ടതുപോലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ നാടിന്റെ ചരിത്രത്തിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം പട്ടാമ്പിയിൽ പണ്ട് നടത്തിയൊരു പ്രസംഗം ഇങ്ങനെ യൂട്യൂബിൽ നോക്കുമ്പോ ഈ വാളയാർ സംഭവം നടന്നതിന് ശേഷം അന്ന് അവിടെ ഒരു പൊതുയോഗത്തിൽ ഞാൻ പ്രസംഗിച്ച ചില കാര്യങ്ങൾ ഞാൻ ഇപ്പൊ വീണ്ടും കേട്ടു. ഇപ്പൊ CBI പറഞ്ഞതല്ല അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ നമ്മുടെ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, വാളയാറിൽ ഒറ്റമുറി വീട്ടിൽ അച്ഛനും അമ്മയും, അച്ഛനെന്ന് പറയാൻ പറ്റില്ല, ഈ അമ്മയുടെ ഒരു ബോയ് ഫ്രണ്ട് എന്നേ പറയാൻ പറ്റും, ഔദ്യോഗികമായിട്ട് ഭർത്താവല്ല. 2 പ്രായപൂർത്തിയായ പെൺകുട്ടികൾ, അമ്മയുടെ ബോയ് ഫ്രണ്ട്,
അവരുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട രണ്ടാളുകൾ, ഒരാൾ ഇടുക്കി രാജക്കാട് RSS ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് താമസിക്കുന്ന ഒരു മനുഷ്യൻ, ഇങ്ങനെ 3, 4, 7 പേര് ഒരൊറ്റ മുറി വീട്ടിൽ അന്തി ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ സംഭവിക്കാവുന്ന ജീവിതത്തിൽ ഒരിക്കലും പാടില്ലാത്ത മൂല്യശോഷണത്തെ സംബന്ധിച്ച് ഈ നാടിന് അറിയാവുന്നതാണ്. നിങ്ങൾ നോക്കൂ, ആദ്യത്തെ കുട്ടി മരിച്ചപ്പോ, രണ്ടാമത്തെ കുട്ടി മരിച്ചപ്പോൾ ഈ അമ്മ പറഞ്ഞ കാര്യം അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ രണ്ടാമത്തെ കുട്ടി മരിക്കില്ലായിരുന്നു. ഇപ്പോഴിതാ CBI പറയുന്നു, ഈ കുട്ടികളെ, സ്വന്തം മക്കളെ സ്വന്തം കാമുകന്, അതായത് ഭർത്താവാണെന്ന് പറയുന്ന ഈ മനുഷ്യന് മുന്നിൽ കാഴ്ചവെക്കാൻ, മറ്റ് പ്രായപൂർത്തിയായ വീട്ടിൽ അന്തേവാസികളായ ഈ ആളുകൾക്ക് കാഴ്ചവെക്കാൻ അമ്മ കാവൽ നിന്നുവെന്ന്, ഈ കുട്ടികളുടെ മരണത്തിന് ഉത്തരവാദിയായി 1-ാം പ്രതിയായി ഈ അമ്മയുണ്ടെന്ന് അപമാനഭാരത്തോടെ ഈ കേരളം നിൽക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോ 1-ാമത്തെ മകൾ മരിച്ചതിന്റെ പ്രതികളെ പിടിച്ചുകൊണ്ടുപോയി രാത്രി 12 മണി കഴിയുന്നതിന് മുമ്പ് പാർട്ടിയുടെ ലോക്കൽ നേതാക്കളാണ് അവരെ വിട്ടുകൊണ്ടുവന്നതെന്ന കല്ലുവെച്ച നുണ ഈ നാട്ടിലാകെ പ്രസംഗിച്ചവർ സഖാവ് MP രാജേഷിനെതിരെ, MP രാജേഷിന്റെ ഭാര്യ സഹോദരൻ, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് നിതിൻ കണിച്ചേരിക്കെതിരെ ഈ നാട്ടിലാകെ പ്രചരണം നടത്തിയവർ, പിണറായിയിലേക്ക് പ്രിയപ്പെട്ടവരെ തലമുട്ടയിടിച്ച് സ്ഥാനാർത്ഥിയാവാൻ ചെന്നവർ, തൃത്താലയിൽ MP രാജേഷ് മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വെള്ള ഉടുപ്പിൽ ചോര ഇങ്ങനെ ചുവന്ന മഷുകൊണ്ട് ചോര ഇറ്റ് വീഴുന്നത് പോലെ ഉള്ള ഉടുപ്പുകൾ, വെള്ള ഉടുപ്പുകൾ പോളിംഗ് ബൂത്തിന് സമീപത്ത് വെച്ച് ഈ നാട്ടിൽ സഖാവ് MP രാജേഷിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും വേട്ടയാടാൻ നേതൃത്വം കൊടുത്ത ഈ നാട്ടിലെ വലതുപക്ഷം, അതിന്റെ രാഷ്ട്രീയ നേതൃത്വം, പ്രിയപ്പെട്ടവർ, അവർ കോശാനമാരിയ മാധ്യമങ്ങൾ, എന്റെ CBI എന്ന് പറയുന്ന ഒരു അന്വേഷണ ഏജൻസി അമ്മയെ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചപ്പോ ഒരു വാക്കും ഈ കേരളത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ കാണണം. കഴിഞ്ഞൊരു വർഷക്കാലത്തിനിടയിൽ മാത്രം ഗാസയുടെ തെരുവിൽ 60,000-ത്തിലധികം വരുന്ന നിഷ്കളങ്കരും നിഷ്പക്ഷരുമായ സാധാരണ മനുഷ്യനെയാണ് ഈ ലോകത്തെ യുദ്ധവെറി കൊന്നു തീർത്തതെന്ന് നമ്മൾ അറിയുകയാണ്. ഈ 60,000 മനുഷ്യരിൽ പ്രിയപ്പെട്ടവരെ, അമ്മിഞ്ഞപ്പാലിന്റെ മണം മാറാത്ത പിഞ്ചുകുട്ടികളായ 17,000 കുട്ടികളുണ്ട് എന്നത് ഈ ലോകത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലാതെ മറ്റൊരു പ്രസ്ഥാനം പറയുമെന്ന് നമ്മൾ ധരിച്ചു പോകരുത്. നിങ്ങൾ നോക്കൂ, ഇപ്പോ 2, 3, 4 ദിവസമായി ലോകത്താകെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാജ്യങ്ങളും ജനങ്ങളും ചർച്ച ചെയ്യുന്നൊരു വിഷയമുണ്ട്. ആ വിഷയം അമേരിക്കയിലെ അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ രാജ്യത്ത് നിന്ന് മനുഷ്യരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അനധികൃത കുടിയേറ്റം എന്ന ആ പദം പോലും, പ്രിയപ്പെട്ടവരെ, ഞാൻ അതിന്റെ ന്യായാന്യായങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഒരു രാജ്യത്ത് അനധികൃത കുടിയേറ്റം എന്നത് ആ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നമാണ്. അവരെ ഒഴിപ്പിക്കാതിരിക്കാം, അത് ആ രാജ്യത്തിന് തീരുമാനിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നു, അമേരിക്കയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപ് ആ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു, ഞാൻ അധികാരത്തിൽ വരികയാണെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഞാൻ ഒഴിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടേതുപോലെ അമേരിക്കയിൽ ട്രംപ് വളരെ കപടമായ ഒരു ദേശീയത എന്ന് പറയുന്ന ഒരു ബോധത്തിലേക്ക് അമേരിക്കക്കാരെ കൊണ്ടുപോയി. അതിന്റെ തുടർച്ചയിലാണ് അവിടെ ഈ കുടിയൊഴിപ്പിക്കുന്നതിന്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ. ആ രാജ്യത്ത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അനധികൃതമായി കുടിയേറിയിട്ടുണ്ടെന്നും ആ കുടിയേറിയ മനുഷ്യരെ ഞങ്ങൾ ഈ രാജ്യത്ത് നിന്ന് ഒഴിപ്പിക്കുമെന്നും ആ രാജ്യത്തിന് പ്രഖ്യാപിക്കാനുള്ള അധികാരമുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തർക്കമില്ല. പക്ഷെ ഇതൊരു ആധുനിക ലോകമാണ്. ഇത് രാജാധിഭരണകാലത്തെ ലോകമല്ല. ഈ ലോകം, അത് അമേരിക്കയായാലും ഈ ലോകത്തെ ഏത് രാജ്യങ്ങളായാലും, ആധുനികമായ ഒരു ലോകത്ത് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു ലോകത്തുമാണ്, ലോകക്രമമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്താണ് രാജ്യത്ത് അനധികൃത കുടിയേറ്റക്കാരായ ആളുകളെ അവരവരുടെ രാജ്യങ്ങളിലേക്ക് കുടികടത്തുമ്പോ, പ്രിയപ്പെട്ടവരെ, കൈകാലുകളിൽ വിലങ്ങ് വെച്ചുകൊണ്ട് ഈ രാജ്യത്തോട്, ലോകത്തോട് അമേരിക്കയിലെ ഭരണാധികാരികൾ പറയാൻ ശ്രമിച്ചത്, ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെയായിരിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, മെക്സിക്കോയിലെ, കൊളംബിയയിലെ ഭരണാധികാരികൾ പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് ഏതെങ്കിലും ആളുകൾ നിങ്ങളുടെ രാജ്യത്തേക്ക് കുടിയേറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ഒഴിപ്പിക്കാൻ ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷെ അവർ മനുഷ്യരാണ്. അവരെ സൈനിക വിമാനത്തിൽ കൊടും കുറ്റവാളികളെ പോലെ, ക്രിമിനലുകളെ പോലെ കൊണ്ടുവരുന്നത് ഞങ്ങൾ അംഗീകരിക്കില്ല. പ്രിയപ്പെട്ടവരെ, കൊളംബിയൻ പ്രസിഡന്റ് പറഞ്ഞു, ഈ സൈനിക വിമാനം കൊളംബിയയിൽ ഇറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ.
യാത്രാ വിമാനത്തിൽ സാധാരണ മനുഷ്യരെ പോലെ അവരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടല്ലാതെ ഞങ്ങളുടെ രാജ്യത്തേക്ക് നിങ്ങളുടെ വിമാനങ്ങൾ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയാൻ മെക്സിക്കോയിലെയും കൊളംബിയയിലെയും ഭരണാധികാരികൾക്ക് കഴിഞ്ഞപ്പോഴാണ് 104 ഇന്ത്യക്കാരെ, ഗുജറാത്തികളെ, പഞ്ചാബികളെ, ഈ 104 പേരിൽ ഒരു മലയാളിയില്ല, ഈ 104 പേരെ സൈനിക വിമാനത്തിൽ കയ്യും കാലിനും പ്രിയപ്പെട്ടവരെ വിലങ്ങ് വെച്ച് മനുഷ്യാവകാശങ്ങൾ ലംഘിച്ച് ആഹാരം കഴിക്കാൻ അനുവദിക്കാതെ, ബാത്റൂമിൽ പോകാൻ അനുവദിക്കാതെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്നപ്പോ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ, അത് വർഗീയതയാകാം, വലതുപക്ഷമാകാം, മാധ്യമ പുങ്കവന്മാരാകാം, കോർപ്പറേറ്റ് മുതലാളിമാരാകാം, കാമ എന്ന് 2 അക്ഷരം ഈ നാട്ടിലവർ പറഞ്ഞില്ല. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ 4 ആളുകളെ ചൈനയിൽ നിന്നാണ് ഈ രാജ്യത്തേക്ക് നാട് കടത്തിയതെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ നാട്ടിലെ പുകിൽ? മലയാള മനോരമയും മാതൃഭൂമിയും ഈ നാട്ടിലെ അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും എത്ര ദിവസമാണ് നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ സംബന്ധിച്ച് അന്തിച്ചർച്ച നടത്തുക എന്ന് ഈ നാടൊന്ന് ആലോചിക്കണം. ഇങ്ങനെ 4 പേരെ ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് കയ്യിൽ വിലങ്ങ് വെച്ച് ഈ രാജ്യത്തേക്ക് കടത്തിയതെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, RSSകാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിൽ ചർച്ച? ഇവിടെ എന്തെങ്കിലും ഒരു ചർച്ചയുണ്ടായോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ നാടിന്റെ പോയകാല ചരിത്രത്തെക്കുറിച്ച് കൃത്യമായ നിലപാടും അറിവും ഉള്ള ആളുകളെ സംബന്ധിച്ച് യാതൊരു നിരാശയുമില്ല. കാരണം ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ സാമ്രാജ്യത്വ ദാസ്യവേല ചെയ്ത് പ്രിയപ്പെട്ടവരെ ചെരുപ്പുനാക്കി നാവു തേഞ്ഞവരുടെ നാവുകളിൽ നിന്ന് ഇങ്ങനെയല്ലാതൊരു വാചകം ഈ നാട് പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. കോൺഗ്രസിന് നിലപാടുണ്ടോ? മുസ്ലിം ലീഗിന് നിലപാടുണ്ടോ? നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇങ്ങനെ ഒരു നിലപാട് നമ്മുടെ നാടിന്റെ തെരുവിൽ പറഞ്ഞതായി നിങ്ങൾക്കാർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഉണ്ടാകാനിടയില്ല. ഞാൻ സാർവദേശീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഒരു രാജ്യമുണ്ട്, അതിന്റെ പേര് ഇന്ത്യ എന്നാണ്. നമ്മുടെ രാജ്യം ഇന്നെവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ ഈ നാട്ടിലെ ജനങ്ങൾ ആലോചിക്കണം. എവിടെയാണ് നമ്മുടെ രാജ്യം? 1947 ഓഗസ്റ്റ് 15 മുതൽ ആധുനിക ഇന്ത്യയുടെ സഞ്ചാരപഥത്തിൽ 2025 നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് എന്നൊരു ചോദ്യം 1947 മുതൽ 7-8 പതിറ്റാണ്ട് കാലം നമ്മുടെ രാജ്യം സഞ്ചരിച്ചു വന്ന വഴി ഏതായിരുന്നു എന്നൊരു ചോദ്യം ഏതെങ്കിലും BJPയുടെ വേദിയിൽ നിന്ന്, മുസ്ലിം ലീഗിന്റെ വേദിയിൽ നിന്ന്, കോൺഗ്രസിന്റെ വേദിയിൽ നിന്ന് ഈ നാട് കേൾക്കാൻ പോകുന്നില്ല. 142 കോടി വരുന്ന മനുഷ്യർ ജീവിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് ഞാനും നിങ്ങളും പഠിക്കുകയും പറയുകയും പങ്കുവെക്കുകയും ചെയ്ത നമ്മുടെ രാജ്യം എവിടെയാണ് ഈ 2025 എത്തി നിൽക്കുന്നത്? നമ്മൾ മനസ്സിലാക്കുന്നു, ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാർ ജീവിക്കുന്ന രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാണ്. ലോകത്ത് സന്തോഷം കുറഞ്ഞ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ജീവിക്കുന്ന രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാണ്. സ്വന്തം പേരെഴുതാൻ അറിയാത്ത, അക്ഷരമറിയാത്ത നിരക്ഷര കുട്ടികൾ ഏറ്റവും കൂടുതൽ ലോകത്ത് ജീവിക്കുന്ന രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാണ്. സ്വിച്ചിട്ടാൽ വിളക്ക് കത്തുന്ന സാധനത്തിന്റെ പേരാണ് കരണ്ട് എന്ന് ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാതെ മരിച്ചു മണ്ണടിയുന്ന 10,000-ങ്ങൾ ജീവിച്ചു പോകുന്ന ആധുനിക ലോകത്തെ രാജ്യം ഇന്ത്യയാണ്. സ്വന്തം മക്കളെ പോറ്റാൻ ഉടുതുണി അഴിച്ച് ശരീരം വിൽക്കുന്ന ഏറ്റവും കൂടുതൽ സഹോദരിമാർ ജീവിക്കുന്ന രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാണ്. ഈ രാജ്യത്തെ ജനസംഖ്യയിൽ 80% ആളുകൾ നിത്യവൃത്തിക്ക് ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന കാർഷിക സമ്പദ്ഘടനയുള്ള നമ്മുടെ രാജ്യത്താണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്ത് ആഗോളവൽക്കരണ ഉദാരവൽക്കരണത്തിന്റെ കുത്തിയൊഴുക്കിൽ 8.5 ലക്ഷം കൃഷിക്കാർ ആത്മഹത്യ ചെയ്ത മണ്ണായി ഈ രാജ്യം അറിയപ്പെട്ടത്. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? കാലിൽ ചെരുപ്പ് ധരിക്കാതെ അർദ്ധനഗ്നനായി ഈ രാജ്യത്തിന്റെ തെരുവിൽ ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുഴുവൻ മനുഷ്യരെയും ഒന്നു ചേർക്കാൻ നമുക്ക് മുമ്പേ നടന്നുപോയ ലോകമാരാധിച്ച ഈ നാടിന്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഈ നാടിന് സ്വാതന്ത്ര്യം നേടി 8 പതിറ്റാണ്ട് പിന്നിടുമ്പോ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാർ ജീവിക്കുന്ന രാജ്യമായി എന്റെ രാജ്യം മാറണമെന്ന് മഹാത്മാഗാന്ധിയുടെ സ്വപ്നമാണോ?
23-ാമത്തെ വയസ്സിൽ വെള്ളക്കാരന്റെ കൽവരത്തിലേക്ക് മുട്ടിതിരുട്ടി ഇൻകുലാബ് വിളിച്ച് കടന്നുപോയ സർദാർ ഭഗത് സിംഗ് സ്വപ്നം കണ്ടിട്ടുണ്ട്. ഈ രാജ്യത്ത് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരിൽ 47% ആളുകൾ ജീവിക്കാൻ വരുമാനമില്ലാതെ തെരുവിലലയുന്ന രാജ്യമായി 2025-ലെത്തുമ്പോ എന്റെ രാജ്യം മാറണം എന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടോ? സുഭാഷ് ചന്ദ്രബോസിന്റെ INA-യിൽ അംഗമായി നിറതോക്കെടുത്ത് വെള്ളക്കാരനോട് സമരം ചെയ്യാൻ വീട്ടിൽ നിറങ്ങിപ്പോയ ക്യാപ്റ്റൻ ലക്ഷ്മി സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്റെ നാട് 7.5 പതിറ്റാണ്ട് പിന്നിടുമ്പോ ശരീരം വിൽക്കുന്ന ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ജീവിക്കുന്ന രാജ്യമായി എന്റെ രാജ്യം മാറണം എന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്നതാണ്. അത് ഈ രാജ്യം 1947 മുതൽ സഞ്ചരിച്ചു വന്ന വഴിയിൽ, വലതുപക്ഷത്തിന്റെ വഴിയിൽ ഈ രാജ്യം സഞ്ചരിച്ചു വന്നപ്പോ സംഭവിച്ചു പോയതാണെന്ന് നമുക്കറിയാം. ഞാൻ അതിന്റെയും മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമുക്കറിയാം ഈ രാജ്യത്ത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യവും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സ്വാധീനവും രണ്ടാണ്. നമ്മൾ ചെറിയ പാർട്ടിയാണ്. നമുക്ക് ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ പ്രിയപ്പെട്ടവരെ വലിയ വലുപ്പം നമുക്കില്ല. പക്ഷെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യം അത് നമ്മുടെ സ്വാധീനത്തെക്കാൾ എത്രയോ ഇരട്ടിയാണ്. നിങ്ങൾ നോക്കൂ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ 20-ൽ 19 ഇടതുപക്ഷം തോറ്റു. ഒരാളാണ് ജയിച്ചത്. വിജയിച്ച മനുഷ്യന്റെ പേര് സഖാവ് K. രാധാകൃഷ്ണൻ എന്നാണ്. എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാധാന്യം എന്ന ചോദ്യത്തിന്റെ ഉത്തരം? ഈ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ മത്സരിച്ച് ആലത്തൂരിൽ നിന്ന് മാത്രം വിജയിച്ച് പാർലമെന്റിൽ ചെന്നതിന് ശേഷം സഖാവ് K. രാധാകൃഷ്ണൻ നടത്തിയ ആദ്യത്തെ പ്രസംഗത്തിൽ ഒരു വാക്കുണ്ട്. ആ പ്രസംഗത്തിൽ സഖാവ് K. രാധാകൃഷ്ണൻ ഉപയോഗിച്ച വാക്ക് വർക്കിംഗ് ക്ലാസ് എന്നായിരുന്നു. വർക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗം എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ പാർലമെന്റിൽ വർക്കിംഗ് ക്ലാസ് എന്നൊരു വാചകം K. രാധാകൃഷ്ണൻ പറഞ്ഞപ്പോ ഒരു അശ്ലീല പദം പോലെ നെറ്റിചുളിച്ച് ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ K. രാധാകൃഷ്ണന്റെ പ്രസംഗം കേട്ടു ഇന്ത്യയുടെ പാർലമെന്റിൽ. നമ്മൾ അറിയണം, ഇന്ത്യയിൽ 540-ലധികം വരുന്ന പാർലമെന്റ് സീറ്റുകളിൽ എല്ലാ സീറ്റിലും കോൺഗ്രസ് ജയിച്ചാലും തൊഴിലാളി വർഗം എന്നൊരു വാക്ക് പറയാൻ ഒരു പാർലമെന്റ് അംഗം ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടാകില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ പ്രസ്ഥാനത്തെ ആക്രമിക്കാൻ, ഇല്ലാതാക്കാൻ, ഇതിനെ തകർക്കാൻ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ പ്രിയപ്പെട്ടവരെ പണമുള്ളവനും സമ്പത്തുള്ളവനും രാഷ്ട്രീയത്തിൽ വലതുപക്ഷത്ത് നിൽക്കുന്നവനും വർഗീയതയും എല്ലാവരും ഒന്നുചേരാനുള്ള കാരണമെന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയമായ എല്ലാ കാര്യങ്ങളിലും ഒരു ഭാഗത്ത് അചഞ്ചലമായി ഈ പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. 1920-ൽ താഷ്കന്റിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യ ഘടകം രൂപീകരിച്ചതിന് ശേഷമുള്ള ഇത്രയും കാലത്തെ ചരിത്രമെടുത്താൽ നമുക്കറിയാം. എത്രയോ തവണ എന്തെല്ലാം നിന്റെയോ പേരിൽ ആക്രമിക്കപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് CPIM. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് കാരണം? നിങ്ങൾ നോക്കൂ, ഈ രാജ്യത്തിന്റെ മനുഷ്യനെ ബാധിക്കുന്ന ഏതൊരു പ്രശ്നം നിങ്ങൾ എടുക്കൂ, അതിന്റെ ഒരു ഭാഗത്ത് ഏത് പാർട്ടിയുണ്ട്? CPIM ഉണ്ട്. അതേത് കാര്യമായാലും അതിനുണ്ട്. നമുക്കറിയാം, സ്വതന്ത്രാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും ഉജ്ജ്വലമായ കർഷക പ്രക്ഷോഭം വിജയപേരി മുഴക്കി ഒരു വർഷക്കാലം നീണ്ടുനിന്ന പ്രക്ഷോഭത്തിൽ ഈ നാട്ടിലെ കൃഷിക്കാരന് മരണമല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോ ജനിച്ചു ജീവിക്കുന്ന മണ്ണിൽ, തൊഴിലെടുക്കുന്ന മണ്ണിൽ ഞങ്ങൾക്ക് മനുഷ്യനെ പോലെ ജീവിക്കണമെന്ന് പ്രഖ്യാപിക്കാൻ കെട്ടിയവളെയും കുട്ടികളെയും കന്നുകാലികളെയും ഭക്ഷണ സാമഗ്രികളും തലച്ചുമടായി ഭരണാധികാര ഗർവിന്റെ മൂക്കിന് താഴെ പൊരുതിക്കയറാൻ വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ കൃഷിക്കാരൻ ഒരു സമരത്തിന്റെ തീപ്പന്തമായി കടന്നു വരുമ്പോ ആ സമരത്തിന് ദിശാബോധം നൽകാൻ അതിനൊരു വർഷം മുമ്പ് നാസിക്കിൽ നിന്ന് മുംബൈയിലേക്ക് 200 കിലോമീറ്റർ ദൂരം കാലിന്റെ വെള്ളം കൊണ്ടുപൊട്ടി കാലിന്റെ വിരൽ അറ്റുതൂങ്ങി ചോരയിച്ചു വീഴുമ്പോഴും തളർന്നു വീഴാതെ ഇന്ത്യയിലെ കൃഷിക്കാരന് സമരാവേശത്തിന്റെ കുന്തമുനയായ ഒരു പോരാട്ടത്തിന്റെ മുന്നിൽ നിന്നപ്പോ ഈ നാട്ടിലെ മാധ്യമങ്ങളും ഭരണാധികാരികൾക്കും സമ്മതിക്കേണ്ടി വന്നു. 200 കിലോമീറ്റർ ദൂരം ഇങ്ങനെ ഇൻകുലാബിന്റെ ഇടിമുഴക്കം തീർത്ത് കടന്നു പോകുമ്പോ കാലിന്റെ വിരലറ്റു തൂങ്ങി വെള്ളമിണ്ടു പൊട്ടി ചോരയിച്ചു വീഴുമ്പോഴും തളർന്നു വീഴാതിരിക്കാൻ ഇന്ത്യയിലെ മണ്ണിന്റെ മക്കൾക്ക്, കർഷക പോരാളികൾക്ക്, പ്രിയപ്പെട്ടവരെ, സമരത്തിന്റെ ലക്ഷ്യം പകർന്ന പ്രസ്ഥാനത്തിന്റെ നിറം ചോരച്ചുവപ്പായിരുന്നു ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെന്ന് ഈ നാട് മനസ്സിലാക്കിയിട്ടുണ്ട്.
അവിടെ നിന്ന് നിങ്ങൾ നോക്കൂ, ഇന്നു കാണുന്ന ഇന്ത്യയായി ഈ രാജ്യം ഇങ്ങനെ ജനാധിപത്യത്തിന്റെ അവശേഷിക്കുന്ന നന്മകളിൽ ഇവിടെ തുടർന്നു പോകുമ്പോ അതിന് പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്ത് എടുത്ത ഓരോ നിലപാടും നിങ്ങൾ നോക്കൂ. ഈ രാജ്യം ഭരിക്കുന്നവർ പണ്ട് ഒരു നഷ്ടപ്പാതിരക്ക് പറഞ്ഞു, നാളെ മുതൽ ജമ്മു കാശ്മീർ സംസ്ഥാനമല്ല. ഈ നാടിന്റെ തെരുവിൽ പ്രിയപ്പെട്ടവരെ ആധുനികമായ ലോക രാജ്യത്തിന്റെ സങ്കല്പങ്ങളെ അധികാരകർമ്മ കൊണ്ടില്ലാതാക്കാൻ ഇന്ത്യയിലെ ഭരണാധികാരികൾ തയ്യാറായപ്പോ കാശ്മീരിലെ ജനതയോട് ഐക്യപ്പെടാൻ ഈ നാടിന്റെ തെരുവിൽ ഇതുപോലാളെ വിളിച്ചുകൂട്ടാൻ കാര്യം പറയാൻ ആരുണ്ടായി? അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നിലനിന്ന കാശ്മീരിലേക്ക് കടന്നു ചെന്ന് ഒരു മനുഷ്യനെ മോചിപ്പിച്ച് മെട്രോപൊളിറ്റൻ സിറ്റിയിൽ കൊണ്ടുവന്ന് ഡൽഹിയിൽ കൊണ്ടുവന്ന് പത്രക്കാരെ മുന്നിൽ നിർത്തി എന്റെ നാടിന്റെ അവസ്ഥ ഇതാണെന്ന് പറയിപ്പിക്കാൻ ഒരു മനുഷ്യനെ മോചിപ്പിച്ചു. ആ മനുഷ്യന്റെ പേര് ഈ കഴിഞ്ഞ 3-4 മാസം മുമ്പ് കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോ ഞാനും നിങ്ങളും കേട്ടു. കഴിഞ്ഞ 25 കൊല്ലമായി തുടർച്ചയായി കുൽഗാം താഴ്വരയിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രമടയാളത്തിൽ മത്സരിച്ചു വിജയിക്കുന്ന ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA സഖാവ് മുഹമ്മദ് യൂസഫ് നരിഗാമി. ഇതാണ് CPIM. ഇന്ത്യ രാജ്യത്തെ പൗരത്വത്തിന് മതമടിസ്ഥാനമാണെന്ന് ഈ രാജ്യം ഭരിക്കുന്നവർ വിളിച്ചു പറഞ്ഞപ്പോ ഈ നാടിന്റെ തെരുവിൽ ഒറ്റപ്പെടുന്ന മനുഷ്യന് ഐക്യബോധത്തിന്റെ ദിശാബോധം നൽകാൻ ഈ പ്രസ്ഥാനമുണ്ടായിരുന്നു. മെട്രോപൊളിറ്റൻ സിറ്റിയായ ഡൽഹിയിൽ അന്യമതത്തിൽപ്പെട്ട മനുഷ്യന്റെ കിടപ്പാടങ്ങളും ആരാധനാലയങ്ങളും അവന്റെ ജീവിത മാർഗങ്ങളുമാകെ ഇല്ലാതാക്കാൻ ഫുൾഡോസർ രാജുമായി അധികാരികൾ കടന്നു വന്നപ്പോ ആ ഫുൾഡോസറിന്റെ മുന്നിൽ ഇങ്ങനെ വിരിമാട് കാട്ടി 2 കൈ ഇങ്ങനെ നിവർത്തിപ്പിടിച്ചത് തടയാൻ പ്രിയപ്പെട്ടവരെ ഉണ്ടായിരുന്ന ജനകീയ നേതാവിന്റെ പേര് സഖാവ് ബൃന്ദ കാരാട്ടെന്നാണ്. CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. നമ്മുടെ നാട്ടിൽ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ജീവിക്കാവൂ എന്ന് പ്രഖ്യാപിച്ച ഫാസിസത്തിന്റെ കുളമ്പടി വെച്ചയിൽ വീടിനകത്ത് 1/2 കിലോ ഇറച്ചിയുണ്ടെന്ന് പറഞ്ഞ ആളെ വിളിച്ചുകൂട്ടി ഇഷ്ടിക കൊണ്ട് ഒരു മധ്യവയസ്കരെ പണ്ട് തലക്കടിച്ചു കൊന്നപ്പോ വിധവയാക്കപ്പെട്ട ആ മനുഷ്യന്റെ ഭാര്യയുടെ മുതുകത്ത് നിന്ന് തടവാൻ കരയരുതെന്ന് പറയാൻ കത്തിച്ചൊലിക്കുന്ന കണ്ണാടി തെമ്മാടികൾക്കെതിരെ പൊരുതാൻ ഈ രാജ്യം ആവശ്യപ്പെടുന്നത് എന്ന് പ്രഖ്യാപിക്കാൻ ആ വീടിന്റെ അകത്തളങ്ങളിലേക്ക് തലകുമ്പിട്ട് കടന്നു നിന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളാണ്. മറ്റൊരു പ്രസ്ഥാനത്തെയും ഈ രാജ്യത്തിന്റെ തെരുവിൽ മനുഷ്യനെ വിഭജിച്ചപ്പോ, നമ്മുടെ മതനിരപേക്ഷത ഇല്ലാതാക്കിയപ്പോ, ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെ കാറ്റിൽ പുറത്തിയപ്പോ, ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ അസ്ഥിരപ്പെടുത്തിയപ്പോ ഈ നാടിന്റെ തെരുവിൽ പാർലമെന്റിനകത്ത് ഈ നാടിന്റെ പാതയോരങ്ങളിൽ പ്രിയപ്പെട്ടവരെ പതിതപക്ഷത്തിനു വേണ്ടി പണിവെക്കാൻ ഈ പ്രസ്ഥാനം മാത്രം. അതാണ് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാധാന്യം. നമുക്ക് പാർലമെന്റിൽ എത്ര അംഗമുണ്ട് എന്നുള്ളതല്ല നമ്മുടെ നിലപാടിന്റെ അടിസ്ഥാനം. ഈ നാട്ടിലെ മഹാപാപങ്ങളായ മനുഷ്യനോടൊപ്പം നിൽക്കുക എന്നുള്ളത്. നമ്മൾ ജീവിക്കുന്ന ഒരു നാടുണ്ട് കേരളം. കേരളത്തെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടാകും. ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ അഭിമാന ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയ നാടിന്റെ പേരാണ് കേരളം. ഇങ്ങനെയായിരുന്നില്ല ഈ കേരളം. ഇവിടെ സൂചിപ്പിച്ചല്ലോ, മുട്ടിനു താഴെ മുണ്ടുടുക്കാത്തവരും മാറുമറയ്ക്കാത്തവരും മുലയ്ക്ക് കരം കൊടുത്തവരും മലയാളം പറയാത്തവരും മീശയ്ക്ക് കരം പിരിച്ചവരും ഇഷ്ടപ്പെട്ട അമ്പലത്തിൽ കയറാൻ അവസരമില്ലാത്തവരും ആദ്യ രാത്രിയിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് അന്തി ഉറങ്ങാൻ അവകാശമില്ലാതെ സ്വന്തം ഭാര്യ ജന്മിമാർക്ക് കാഴ്ചവെച്ച് പടിപ്പുരകളിൽ കണ്ണീരൊലിപ്പിച്ച് തൊലികറുത്ത പുലയ ചെറുക്കന്മാർ 10,000 ജീവിച്ചുപോയ നാടിന്റെ പേരായിരുന്നു പൂർവ്വകാല കേരളം. എങ്ങനെയാണ് ഇന്നു കാണുന്ന ഒരു കേരളം ഉണ്ടായത്? പ്രിയപ്പെട്ടവർ, അടിവെച്ച് കല്ല് പെറുക്കി കൂട്ടി ഇങ്ങനെ പടവ് തീർത്ത് ഇങ്ങനെ അടിവെച്ച് മലയാളി കടന്നുപോയ വഴിക്ക് അനുസൃതമായി മലയാള മക്കൾക്ക് പ്രത്യയ ശാസ്ത്രത്തിന്റെ ദിശാബോധം നൽകിയ പ്രസ്ഥാനം CPIM ആണ്. ഒരു ജാതി പ്രമാണിയെയും ഒരു വർഗീയവാദിയെയും ഒരു വലതുപക്ഷക്കാരനെയും ഈ നാട്ടിൽ ഒരു മാധ്യമ പുങ്കവന്മാരെയും ഈ നാട് കണ്ടിട്ടില്ല. പണ്ടൊരു കേരളം ഈ കേരളമാണ്. ആ കേരളമാണ് പ്രാന്തന്മാരുടെ നാടാണെന്ന് മറ്റേ ചങ്ങായി കൊളപ്പുള്ളി കൂടെ വന്നിട്ട് അങ്ങോട്ട് പോകുമ്പോ ഈ നാടിനെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞത്. അവിടെ നിന്ന് 1956 നവംബർ 1 മലയാളം പറയുന്ന മനുഷ്യന്റെ മാതൃഭൂമിയാണ് ഈ കേരളം എന്ന് പ്രഖ്യാപിച്ചു. ഈ കേരളം ഐക്യ കേരളം രൂപപ്പെട്ടു. അതിന് സർഗാത്മകമായ സംവാദങ്ങളും ചർച്ചകളും നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നത് സഖാവ് EMS എഴുതിയ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകത്തെ പിൻപറ്റിയാണ് ഈ നാടിന്റെ ചരിത്രം.
57 ഏപ്രിൽ 5 ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഈ കേരളത്തിൽ ബാലറ്റ് പേപ്പറിലൂടെ BMS ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നു. അവിടെ നിന്ന് നോക്കൂ, 1957 ഏപ്രിൽ 5 മുതൽ 2025 ഫെബ്രുവരി മാസം ഇന്ന് 13-ാം തീയതി വൈകുന്നേരം നമ്മളിവിടെ ഒത്തുചേരുന്ന ഈ സമയം വരെ മലയാളി സഞ്ചരിച്ച വഴിയൊന്ന് നോക്കൂ. ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ എവിടെയാണ് കേരളം? പട്ടിണി കിടക്കുന്ന മനുഷ്യരില്ലാത്ത നാട്, അടച്ചുറപ്പുള്ള വീടുകൾ അന്തിയുറങ്ങുന്ന പതിനായിരങ്ങളല്ല ലക്ഷക്കണക്കിന് മനുഷ്യൻ ജീവിക്കുന്ന നാട്, ചെറുകിട ഭൂവുടമകളായ മനുഷ്യർ ലോകത്ത് ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന നാട്, പൊതുയിടങ്ങളിൽ മലമൂത്ര വിസർജനം നടത്താത്ത അഭിമാനികളുടെ നാട്, എല്ലാവർക്കും എഴുതാനും വായിക്കാനും അറിയുന്ന സമ്പൂർണ്ണ സാക്ഷരതയുടെ വെള്ളി വെളിച്ചം കൊണ്ട് അടയാളപ്പെടുത്തിയ നാട്, ഡിജിറ്റൽ ഇന്ത്യയുടെ പവർ ഹൌസ് എന്ന് ഇന്ത്യൻ ഭരണാധികാരികൾ അടയാളപ്പെടുത്തിയ നാട്, ലോകത്തിന്റെ നെറുകയിൽ ആണും പെണ്ണും കഴിഞ്ഞാൽ ഒരു വിഭാഗമുണ്ടെന്നത് നപുംസകങ്ങളെന്ന് ലോകം നെറ്റിതുളിച്ചപ്പോൾ അവർ മനുഷ്യരാണെന്ന് ഭിന്നലിംഗക്കാരെ ചേർത്ത് വെക്കാൻ ലോകത്തിന് മുന്നിൽ മാനവികതയുടെ മഹത്തായ ഗാഥ തീർത്ത അഭിമാനത്തിന്റെ നാട്. ആ നാട് ഇങ്ങനെ കടന്നു വന്നതിന് പിന്നിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നോക്കൂ, 57 അധികാരത്തിൽ 69 അധികാരത്തിൽ ഇങ്ങനെ ഈ 2025 വരെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന സന്ദർഭങ്ങളിൽ മലയാളത്തിന്റെ മക്കളെ മാറോട് ചേർത്ത് ഈ നാട് നടത്തിയ വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളും നിലപാടുകളാണ് ഈ ആധുനിക കേരളം ഉണ്ടാക്കിയത്. അതിൽ ഒരു വ്യക്തിക്ക് ഒരു കുടുംബത്തിന് കൈവശം വെക്കാവുന്ന ഭൂമിക്ക് പരിധി തീരുമാനിച്ചത്, അധിക ഭൂമി മിച്ചഭൂമിയായി പ്രഖ്യാപിച്ചത്, ഈ മിച്ചഭൂമി ഭൂരഹിതന് വിതരണം ചെയ്തത്, ലക്ഷം വീട് പദ്ധതി വന്നത്, അടച്ചുറപ്പുള്ള വീട്ടിൽ മനുഷ്യൻ അന്തിയുറങ്ങിയത്, സമ്പൂർണ്ണ സാക്ഷരതയുടെ വെള്ളി വെളിച്ചം വന്നത്, 50% സ്ത്രീകൾക്ക് സംവരണം വന്നത്, ജനകീയ ആസൂത്രണത്തിൽ പ്രിയപ്പെട്ടവർ ആസൂത്രണത്തിലും പദ്ധതി നിർവഹണത്തിലും സാധാരണ മനുഷ്യന് പങ്കാളിത്തം വന്നത്, ലോകത്തെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായ കുടുംബശ്രീ ജനിച്ചു വളർന്നത്, പടർന്നു പന്തലിച്ചത്, ലോകത്തിന്റെ നെറുകയിലേക്ക് ഇങ്ങനെ പ്രിയപ്പെട്ടവർ അടിവെച്ച് ഈ മാവേലി നാട്ടിൽ മലയാള നാട്ടിൽ അഭിമാനിയായ മലയാളികൾ ലോകത്ത് മുതലാളിത്ത രാജ്യങ്ങളോട്, ലോകത്ത് ഒന്നാംകിട രാജ്യങ്ങളോട് കിടപിടിക്കാവുന്നതിലും അപ്പുറത്ത് ആയുരാരോഗ്യമുള്ള സമ്പൂർണ്ണ സാക്ഷരതയുള്ള നല്ല ഗുണനിലവാരമുള്ള ജീവിതമുള്ള മനുഷ്യൻ ജീവിക്കുന്ന നാടായി ഇങ്ങനെ അടിവെച്ച് മലയാളി നടന്നു പോകുമ്പോ അതിന്റെ മുന്നിൽ പ്രിയപ്പെട്ടവരെ വഴിവെട്ടി വെട്ടം വിതറി കടന്നുപോയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൊടിയുടെ നിറം ചോരച്ചുവപ്പാണ്. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു തർക്കവും ഈ നാട്ടിൽ ആർക്കും വേണ്ട. അങ്ങനെ ഒരു കേരളം ഇവിടെ ഉണ്ടായി. ഇപ്പൊ നിങ്ങൾ നോക്കൂ, 2025 സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 2ാം ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നുണ്ട്. എന്തെല്ലാം തർക്കങ്ങൾ, എന്തെല്ലാം ചർച്ചകൾ, എന്തെല്ലാം വർത്തമാനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. നമ്മുടെ ആളുകൾക്കിടയിൽ പോലും ഈ നാട്ടിലെ മാധ്യമങ്ങൾ, വലതുപക്ഷം, വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ നടത്തിയ വലിയ പ്രചരണത്തിന്റെ ഭാഗമായി ഒന്നാമത്തെ പിണറായി ഗവൺമെന്റിന്റെ അത്ര പോരാ, ഈ 2ാമത്തെ ഗവൺമെന്റ് എന്നുള്ളൊരു അഭിപ്രായം നമുക്കിടയിൽ പോലുമില്ലേ. തോമസ് ഐസക്കിന്റെ അത്ര വരില്ല, KN ബാലഗോപാൽ എന്ന് നമുക്കിടയിൽ പോലും അഭിപ്രായം ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള പ്രചരണം നമ്മുടെ നാട്ടിൽ നടന്നില്ലേ. ശൈലർ ടീച്ചറുടെ അത്ര പോരാ, വീണ ജോർജ് എന്ന് നമ്മുടെ നാട്ടിൽ പ്രിയപ്പെട്ടവരെ നമുക്കിടയിൽ പോലും ചർച്ചയുണ്ടാക്കുന്ന വിധം തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിൽ പരന്നില്ലേ. എന്താണ് യാഥാർത്ഥ്യമെന്ന് നമ്മളല്ലാതെ ആരെങ്കിലും പറയുമോ? എവിടെ നിന്നാണ് താരതമ്യം തുടങ്ങേണ്ടത്? 2016 സഖാവ് പിണറായി വിജയന്റെ ആദ്യ ഗവൺമെന്റ് വരുമ്പോ നമ്മുടെ കേരളം ഏതായിരുന്നു? 2016 നിന്നാണ് 2025 കേരളം നടന്നത്. നിങ്ങൾ നോക്കൂ, അന്നത്തെ കേരളം, ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല, സമയക്കുറവുണ്ട്. അന്ന് 12 മണിക്കൂർ പവർ കട്ടിൽ ലോഡ് ഷെഡിങ്ങുമുണ്ട്. 2016 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയായിട്ടുണ്ട്. 2016 ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് പാഠപുസ്തകം കിട്ടാതെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നമ്മുടെ കുട്ടികൾ 8 കൊല്ലം മുമ്പ് ഈ കേരളത്തിൽ പഠിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരുടെ ചരിത്രത്തിലാദ്യമായി 18 മണിക്കൂർ നേരം പച്ചവെള്ളം കുടിക്കാതെ ഒരു ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ ബബ്ബ എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി 2016 ഈ കേരളത്തിൽ ഇരുന്നിട്ടുണ്ട്. സരിതാ നായരും ശാലുമേനോനും ചോപ്പനും ജിക്കുമോനും സലീം രാജും അരയിൽ തുണിയില്ലാതെ അരങ്ങാടിയ കാലം 8 കൊല്ലം മുമ്പ് ഈ കേരളത്തിൽ മറന്നുപോകരുത്.
അവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ ഗ്രാമത്തിൽ ഇവിടെ ഒത്തുകൂടിയവരോ എന്റെ സംസാരം കേട്ട് അപ്പുറത്തെങ്ങാനും നിൽക്കുന്നവരോ ജീവിതത്തിൽ ഒരിക്കലും അരിവാൾ ചുറ്റികയിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഇടതുപക്ഷത്തിനോ വോട്ട് ചെയ്യില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചു മാറി നിൽക്കുന്നവരോ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് ചോദിക്കുന്നു, കഴിഞ്ഞ ഈ കേരളത്തിൽ ഈ നമ്മുടെ നാട്ടിൻ ഇടവഴിയിൽ ഇവിടെ ഈ ഗ്രാമത്തിൽ ഇപ്പോൾ ജീവിക്കുന്ന ഒരു 12 വയസ്സുള്ള കുട്ടിക്ക് ലോഡ് ഷെഡിംഗ് എന്താണെന്നറിയുമോ? പവർ കട്ട് എന്താണെന്നറിയുമോ? 8 കൊല്ലത്തിന്റെ ഇപ്പുറം ഈ ഗ്രാമത്തിൽ ആരെങ്കിലും വോൾട്ടേജ് ക്ഷാമം എന്നൊരു വാക്ക് പറഞ്ഞതായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 8.5 കൊല്ലം മുമ്പ് ബൾബ് കാണാൻ ടോർച്ചടിച്ചു നോക്കണമെന്ന് നമ്മുടെ നാട്ടിൽ 4 ആള് കൂടി നടത്തി പറഞ്ഞ എത്രയോ ഗ്രാമങ്ങൾ ഈ കേരളത്തിൽ ഓർമ്മയില്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, അപേക്ഷിച്ചപ്പോൾ കറണ്ട് കിട്ടുന്നു, ഗുണനിലവാരമുള്ള വൈദ്യുതി വരുന്നു. ഈ കൊടും ചൂടിലും വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിച്ച് പ്രിയപ്പെട്ടവരെ കറണ്ട് കട്ടില്ലാതെ പവർ മാനേജ്മെന്റിൽ ഈ കേരളത്തിലെ ജനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന നാടായി ഈ കേരളം നിൽക്കുന്നു. 8 കൊല്ലം മുമ്പ് റോഡിന്റെ അപ്പുറത്ത് 7 മണിക്കും ഇപ്പുറത്ത് 7:30 മണിക്കും കട്ടായിട്ട് പകുതി സീരിയൽ കണ്ടിട്ട് കഥ മുഴുവിപ്പിക്കാൻ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോട് വിളിച്ചു ചോദിച്ചത് 85 കൊല്ലം മുമ്പല്ല 8 കൊല്ലം മുമ്പാണെന്ന് നമ്മളല്ലാതെ ആര് പറയും ഈ കേരളത്തിൽ? ഇത് പറയാതെ പറ്റുമോ? നിങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖല നോക്കൂ. ലാഭല്യ എന്ന് പറഞ്ഞിട്ട് സ്കൂളുകൾ അടച്ചുമുട്ടാൻ നിന്ന കാലമാണ് 8 കൊല്ലം മുമ്പ്. ഇന്ന് കേരളത്തിൽ ലാഭനഷ്ടത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു പള്ളിക്കൂടം വിൽക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? 7.5 ലക്ഷം കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിന് പേര് വെട്ടിക്കഴിഞ്ഞ് 8 കൊല്ലത്തിനിടയിൽ ഈ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നു. വെറുതെ വന്നാലും നമുക്കറിയാം. ഞാനതിന് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ ഈ പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടണമെന്നും ഇത് നിലനിൽക്കണമെന്നും ഇതാണ് കേരളത്തിന്റെ ശക്തിയെന്നും കൃത്യമായ രാഷ്ട്രീയ നിലപാട് ഈ കേരളം ഭരിക്കുന്ന പ്രസ്ഥാനത്തിനുണ്ട്. അത് വി ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ എന്തെങ്കിലും ഒരു കാര്യമല്ല, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണ്. നിങ്ങൾ നോക്കൂ, പഞ്ചമി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കൈ പിടിച്ചിട്ട് ഞങ്ങൾക്ക് അക്ഷരം പഠിപ്പിച്ച് നിങ്ങളെ പാഠം കൊയ്യില്ല എന്നൊരു മനുഷ്യൻ പ്രഖ്യാപിച്ച് ഊരൂട്ടമ്പല സ്കൂളിലേക്ക് ചെന്നപ്പോ പഞ്ചമി തൊട്ടു എന്ന് പറഞ്ഞ് ബെഞ്ച് കത്തിച്ച നാടിന്റെ പേരാ കേരളം. ആ കേരളമാണ് നടന്നുപോയി പഠിക്കാവുന്ന ദൂരത്തിൽ പള്ളിക്കൂടങ്ങളുള്ള ലോകത്തെ ഏറ്റവും മികച്ച പൊതുവിദ്യാലയങ്ങളുടെ നാടായി ഈ കേരളം മാറിയത്. AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പഠിക്കുന്ന പള്ളിക്കൂടമുള്ള നാട് പ്രിയപ്പെട്ടവരെ ഇന്ത്യയിൽ ഈ കേരളം മാത്രമേ ഉള്ളൂ. 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി യൂണിഫോമും വസ്ത്രവും ഭക്ഷണവും പാഠപുസ്തകവും നൽകുന്ന ഒരു നാട് ഈ രാജ്യത്തുള്ളൂ, ലോകത്തുള്ളൂ. അതിന്റെ പേരാണ് കേരളം. എല്ലാ ജൂൺ മാസവും ആദ്യത്തെ പ്രവൃത്തി ദിവസം വർണ്ണക്കടലാസും കൊട്ടും പാട്ടുമായി കുട്ടികളെ സ്വീകരിക്കുന്ന ഒരു നാട് ഈ ലോകത്തുള്ളൂ. അതിന്റെ പേരാണ് കേരളം. നിങ്ങൾ നോക്കുക, കഴിഞ്ഞ 8 കൊല്ലമായി അടുത്ത കൊല്ലം പഠിക്കാനുള്ള പാഠപുസ്തകം ഇക്കൊല്ലം സ്കൂൾ പൂട്ടുന്നതിന്റെ മുമ്പ് അച്ചടിച്ച് കെട്ടുകെട്ടാക്കി നമ്മുടെ കുട്ടികളുടെ കൈകളിൽ എത്തിയൊരു കാലം ഈ ചെങ്കൊടി പാറണ കാലമല്ലാതെ ഈ കേരളത്തിന് ഓർമ്മയില്ല. നിങ്ങൾ ആരോഗ്യ മേഖല നോക്കൂ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നടക്കുന്ന നാടിന്റെ പേരേതാണ്? അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന സർക്കാർ ആശുപത്രികളുള്ള നാടിന്റെ പേരേതാണ്? കോവിഡും നിപ്പയും ഉൾപ്പെടെയുള്ള മാറാവ്യാധികളുടെ മുന്നിൽ, പകർച്ചവ്യാധികളുടെ മുന്നിൽ, സൂക്ഷ്മാണുവിന്റെ മുന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ വാവിട്ട് കറഞ്ഞപ്പോ ഈ കേരളം ജനകീയാരോഗ്യ പ്രസ്ഥാനത്തിന്റെ കരുത്തിലും കരുതലിലും എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്ന് ഈ നാടിനറിയാം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, PPE കിറ്റ് വാങ്ങിയതിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നുണ പ്രചരിപ്പിക്കുന്ന കോൺഗ്രസുകാർ ആ കാലത്തേക്ക് ഈ നാടിന്റെ ചിന്തയെ ഒന്ന് കൊണ്ടുപോയാൽ നമുക്കറിയാം. മുഖാവരണത്തിനു വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് വാവിട്ട് കറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആശുപത്രികളിൽ സ്ഥലമില്ലാതെ, വെന്റിലേറ്റർ സംവിധാനമില്ലാതെ ഇറ്റലിയിലും ജപ്പാനിലും അമേരിക്കയിലും പ്രായം കൂടിയ മനുഷ്യനെ മരണത്തിനെറിഞ്ഞുകൊടുത്ത് ഈ നാടും ലോകവും ഭീതിയോടെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ആലപ്പുഴയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അന്ന് റിപ്പോർട്ട് ചെയ്ത ഏറ്റവും പ്രായം ചെന്ന 2 കോവിഡ് രോഗികളെ, ഭാര്യയും ഭർത്താവും അപ്പൂപ്പനെയും അമ്മൂമ്മയെയും 36 ദിവസം സർക്കാർ ഖജനാവിൽ നിന്ന് സൗജന്യമായി ചികിത്സ നൽകി, റോസാപ്പു നൽകി അസുഖം ഭേദമാക്കി ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ചിത്രം ഈ ലോകത്തിന് മുന്നിൽ കേരളം വരച്ചിട്ട് പറഞ്ഞത് ഇതിന്റെ പേരാണ് ഇടതുപക്ഷമെന്ന്. ആരോഗ്യരംഗത്തു മാറ്റം നിങ്ങൾ നോക്കൂ. നമ്മുടെ നാട്ടിൽ പെൻഷൻ, എന്തെല്ലാം ചർച്ചകൾ നമ്മുടെ നാട്ടിലുണ്ടായി. എന്താണ് പെൻഷന്റെ ചരിത്രം എന്ന് പറയാതെ നമ്മുടെ ലോകം നമുക്ക് അവസാനിപ്പിക്കാനാകുമോ?
5 മാസത്തെ പെൻഷൻ കുടിശ്ശികയായപ്പോ ചട്ടിങ്കൽ എടുത്തിട്ട് പലരെയും ഈ നാട്ടിലേക്ക് ഇറക്കി വിട്ടവരുണ്ട് നമ്മുടെ നാട്ടിൽ. എന്താണ് പെൻഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് പെൻഷന്റെ ദരിദ്രം? നിങ്ങൾ നോക്കൂ, കഴിഞ്ഞൊരു കൊല്ലം മുമ്പാണ് ഈ കേരളത്തിൽ മോഹിനിയാട്ടം കളിക്കാൻ തൊലി വെളുക്കണം എന്നൊരു അമ്മായി നമ്മുടെ നാട്ടിൽ പറഞ്ഞ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. ആ കേരളത്തിൽ 1980 ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കർഷക തൊഴിലാളിക്ക് പെൻഷൻ. എന്തിനാ കർഷക തൊഴിലാളിക്ക് പെൻഷൻ? നമുക്കറിയാം, അന്ന് ജാതി ജന്മി നാടുവാഴിത്തം കൊടികുത്തിവാണ കാലം. ആ കാലത്ത് ജന്മി തമ്പുരാക്കന്മാരുടെ ചെളിക്കളങ്ങളിൽ പാടശേഖരങ്ങളിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അങ്ങേ തലയിൽ നിന്ന് ജന്മിയുടെ കാര്യസ്ഥൻ ഒരൊറ്റ കൂക്കൽ കൂവുമ്പോ കുട്ടികളെ ചാലകളിൽ തനിച്ചാക്കി കെട്ടിയവളെ കൂട്ടി ജന്മിമാരുടെ പാടശേഖരങ്ങളിൽ പണിക്ക് പോയി ജന്മിയെ കണ്ടാൽ തലകുനിച്ച്, കാര്യസ്ഥനെ കണ്ടാൽ നടുവളച്ച്, പകലന്തിയോളം നടുവളച്ചും തലകുനിച്ചും പണിയെടുത്ത് വൈകുന്നേരം അവനവന്റെ കീറിയ തോർത്തുമുണ്ടിന്റെ തലപ്പിലിന് മുന്നാഴി പച്ചനെല്ല് കൂലി വാങ്ങി അവനവന്റെ ചാണയിലേക്ക് തിരിഞ്ഞു നടന്ന് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അവനവന്റെ കോലായിലൊരു മണ്ണനുരുളി പണയം വെച്ചതുപോലെ ഒരു 8 വീടിക്കോ ഒരു നേരത്തെ മുറുക്കാനോ മക്കളുടെ കയ്യിലേക്ക് ഇങ്ങനെ കൈനീട്ടി അപമാനത്തോടെ അച്ഛനും അമ്മയും ഒരു മുത്തച്ഛനും മുത്തശ്ശിയും ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് ആധുനിക സമൂഹത്തിന് അവരെ ചേർത്ത് പിടിക്കേണ്ട കടമയുണ്ടെന്ന്, അവരധ്വാനിച്ചത് അവർക്ക് വേണ്ടിയല്ലെന്ന്, അവർ വിശക്കുമ്പോ മുണ്ടുമുറുക്കി ഉടുത്ത് പാടവരമ്പിലെ കടായിൽ ഇങ്ങനെ വെള്ളം മോന്തി കുടിച്ചിട്ടുണ്ടെന്ന്, പ്രിയപ്പെട്ടവരെ നമ്മുടെ പാടവരമ്പിലെ പനമ്പഴം കടിച്ചു വലിച്ചിട്ടുണ്ടെന്ന്, അവരധ്വാനിച്ചത് പത്തായങ്ങളുടെ ജന്മിപ്പത്തായങ്ങൾ നിറച്ചത് ഈ നാട്ടിൽ എല്ലാവരുടെയും വയറു നിറയ്ക്കാനാണെന്ന്, അതുകൊണ്ട് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അവരെ ചേർത്തു പിടിക്കുക എന്നത് ആധുനിക സമൂഹത്തിന്റെ കടമയാണ് എന്ന് ഈ ലോകത്ത് ആദ്യം പ്രഖ്യാപിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് CPIM എന്നാണ്. ഇതാണ് പെൻഷന്റെ ചരിത്രം, ഇതാണ് പെൻഷന്റെ രാഷ്ട്രീയ ഉള്ളടക്കം. ഇപ്പൊ കേരളത്തിൽ 56 ലക്ഷം ആളുകൾക്ക് 1600 രൂപ വെച്ച് പെൻഷനുണ്ട്. അലക്ക് തൊഴിലാളിക്കും മാനപ്പാപ്പാനും നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവനും മത്സ്യത്തൊഴിലാളിക്കും ചുമടെടുക്കുന്നവനും മോട്ടോർ തൊഴിലാളിക്കും മദ്രസാധ്യാപകനും അമ്പലത്തിലെ ജീവനക്കാരനും 50 വയസ്സുവരെ കല്യാണം കഴിയാത്ത സഹോദരിക്കും പെൻഷനുള്ള ഒരു നാട് ഈ ലോകത്തുള്ളൂ. ആ നാടിന്റെ പേരാണ് കേരളം. അതാണ് ഇടതുപക്ഷ കേരളം. ഇങ്ങനെ എല്ലാ മേഖലയിലും രണ്ടാം ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ വന്നു. രണ്ടാമത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഇത്രയും കാലം നിങ്ങൾ നോക്കൂ, ഇതിനെ തകർക്കാൻ എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ആദ്യത്തെ 6 മാസം നമ്മുടെ സഖാക്കളെ ഇങ്ങനെ ഇടതടവില്ലാതെ കൊന്നു. എന്നിട്ട് നമ്മുടെ നാട്ടിൻ പുറത്ത് ചായക്കടയിൽ വെയിറ്റ് ചെല്ലി നമ്മുടെ മൂക്കിന് നേരെ ചൂണ്ടി കോൺഗ്രസും ലീഗും BJP-കാരും ചോദിച്ചു, നിങ്ങൾക്ക് നാണല്ലേ? നിങ്ങളുടെ സഖാക്കൾ അങ്ങനെ കൊല്ലുമ്പോ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ തിരിച്ചടിക്കാത്ത? നിങ്ങൾക്ക് നാണുണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, നാടിന്റെ ചരിത്രത്തിൽ 550 സഖാക്കളെ ഈ കേരളത്തിന്റെ തെരുവിൽ കൊന്നുതള്ളുമ്പോ വലതുപക്ഷവും വർഗീയതയും ജന്മിമാടി മാനമ്പിമാരും ഭരണകൂട ഭീകരതയും 550-ലധികം സഖാക്കളെ ഈ കേരളത്തിന്റെ തെരുവിൽ കൊന്നുതള്ളിയിട്ടുണ്ട്. എത്രയോ സഖാക്കളെ നമുക്കറിയാം. ഏലംകുളത്തെ സുബ്രഹ്മണ്യൻ ഉൾപ്പെടെ പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 550-ലധികം സഖാക്കൾ ജീവനില്ലാതെ പിടഞ്ഞു വീഴുമ്പോ പകുതി താഴ്ത്തിക്കെട്ടിയ ചെങ്കൊടിയും നെഞ്ചത്ത് കറുത്ത പേർച്ചും കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഞാനും നിങ്ങളും നടന്ന ദൂരം ഈ കേരളത്തിൽ നടന്നുപോയ മറ്റൊരു പ്രസ്ഥാനമില്ലെന്ന് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉരുക്കിന്റെ നിശ്ചയദാർഢ്യത്തോടെ ഇവിടെ പ്രഖ്യാപിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. അവിടെ നിന്ന് നിങ്ങൾ നോക്കൂ, ഈ കേരളത്തെ തകർക്കാൻ എന്തെല്ലാം നിലപാടുകൾ സ്വീകരിച്ചു. നമുക്കറിയാം, അന്വേഷണ ഏജൻസികൾ വരുന്നു, CBI വരുന്നു, കസ്റ്റംസ് വരുന്നു, ED വരുന്നു, ഇങ്ങനെ പലരും വരുന്നു. പലതും ഈ നാട്ടിൽ പറയുന്നു, ഇപ്പോഴും പലതും പറയുന്നുണ്ട്. ഈ നാട്ടിൽ കോൺഗ്രസും ലീഗും വലതുപക്ഷവും ഈ നാട്ടിലെ ജനങ്ങളോട് പറയണം, നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. AI ക്യാമറ വിവാദം നമുക്ക് ഓർമ്മയുണ്ട്, ലൈഫ് മിഷന്റെ വിവാദം നമുക്ക് ഓർമ്മയുണ്ട്, ബിരിയാണി ചെമ്പിലെ സ്വർണം നമുക്ക് ഓർമ്മയുണ്ട്, കിതാബിന്റെ ഉള്ളിലെ സ്വർണം വന്ന വഴി നമുക്ക് ഓർമ്മയുണ്ട്, KT ജലീലിനെ തൊലിക്കാതെ വിഴുങ്ങാൻ വന്ന് നമുക്ക് ഓർമ്മയുണ്ട്, പിണറായി വിജയന്റെ വീട്ടുകാരെ പറഞ്ഞ നമുക്ക് ഓർമ്മയുണ്ട്, വാളയാർ അമ്മയെ നമുക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ പലതും നമുക്ക് ഓർമ്മയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴെവിടെയാണ് എത്തി നിൽക്കുന്നത് നമുക്കറിയാം. CBI പറയുന്നു KT ജലീലിനെതിരായി തെളിവില്ല, പ്രതി ചേർക്കാൻ പറ്റില്ല. ഈ നാട്ടിലെ മാധ്യമങ്ങൾ മിണ്ടുന്നില്ല. എത്രയോ കാലമായി, കഴിഞ്ഞ 10-30 കൊല്ലമായി
പിണറായി വിജയനെ വേട്ടയാടാൻ ലാവിലിൻ എന്ന് പറഞ്ഞ് കുറച്ചു ചോര തുപ്പി ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾ മരിച്ചു മണ്ണടിഞ്ഞു നിൽക്കുമ്പോ ഈ നാട്ടിൽ CBI പറയുന്നു ഇത്രയും കാലം അന്വേഷിച്ചിട്ടും പിണറായി വിജയനെ പ്രതി ചേർക്കാനുള്ള ഒരു തെളിവും ഞങ്ങളുടെ കയ്യിലില്ല എന്ന് ഈ നാട്ടിൽ പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം നിൽക്കുന്നവർ, ഇതുവരെ നിന്നിട്ടുള്ളവർ, സഖാവ് മധുസൂദനെ പോലെ ഈ നേരിന്റെ പക്ഷത്തേക്ക് കടന്നു വരുന്നവർക്ക് അഭിമാനത്തോടെ ഏത് കാലത്തും ഈ നാട്ടിൽ പറയാനാകും. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾ EMSനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ AKGയെ പറഞ്ഞിട്ടുണ്ട്, അരീക്കോടന്റെ അവർ അഴിമതിക്കോടൻ എന്ന് വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ നായനാരെ പറഞ്ഞിട്ടുണ്ട്. ഇന്നും ജീവിച്ചിരിക്കുന്ന സമരേതിഹാസം 101ന്റെ സമരേതിഹാസം സഖാവ് VS-നെയും മകനെയും കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മരിച്ചു മണ്ണടിഞ്ഞ സഖാവ് കോടിയേരിയെ അദ്ദേഹത്തിന്റെ മകനെ നിങ്ങൾ വേട്ടയാടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ നേതാക്കൾ സഖാവ് പിണറായിയെയും KT ജലീലിനെയും ഉൾപ്പെടെ ഞങ്ങളുടെ സഖാക്കളെ നിങ്ങൾ വേട്ടയാടുന്നുണ്ട്. അഭിമാനത്തോടെ അഹങ്കാരമില്ലാതെ ഞങ്ങൾ പറയുന്നു, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഞങ്ങളുടെ ഒരു മുഖ്യമന്ത്രിയെ വേണ്ട, ഞങ്ങളൊരു നേതാവിനെ വേണ്ട, ഞങ്ങളുടെ അരസഖാവിന്റെ ഒരു രോമം തൊടാൻ നിങ്ങളുടെ അന്വേഷണങ്ങൾക്ക്, നിങ്ങളുടെ മാധ്യമങ്ങൾക്ക്, നിങ്ങളുടെ അധികാര കേന്ദ്രങ്ങൾക്ക് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ സാധ്യമായിട്ടില്ല. ഇതിന്റെ പേരാ CPIM. നിങ്ങൾ വാളയാറിലെ കാര്യം മാത്രം നോക്കൂ. വാളയാറിൽ 2 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു, മരിച്ചു. ആത്മഹത്യയാണോ നമുക്കറിയില്ല. അന്ന് CPIM ഇടതുപക്ഷം വേട്ടയാടപ്പെട്ടതുപോലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ നാടിന്റെ ചരിത്രത്തിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം പട്ടാമ്പിയിൽ പണ്ട് നടത്തിയൊരു പ്രസംഗം ഇങ്ങനെ യൂട്യൂബിൽ നോക്കുമ്പോ ഈ വാളയാർ സംഭവം നടന്നതിന് ശേഷം അന്ന് അവിടെ ഒരു പൊതുയോഗത്തിൽ ഞാൻ പ്രസംഗിച്ച ചില കാര്യങ്ങൾ ഞാൻ ഇപ്പൊ വീണ്ടും കേട്ടു. ഇപ്പൊ CBI പറഞ്ഞതല്ല, അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ നമ്മുടെ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, വാളയാറിൽ ഒറ്റമുറി വീട്ടിൽ അച്ഛനും അമ്മയും, അച്ഛനെന്ന് പറയാൻ പറ്റില്ല, ഈ അമ്മയുടെ ഒരു ബോയ് ഫ്രണ്ട് എന്നേ പറയാൻ പറ്റും, ഔദ്യോഗികമായിട്ട് ഭർത്താവല്ല. 2 പ്രായപൂർത്തിയായ പെൺകുട്ടികൾ, അമ്മയുടെ ബോയ് ഫ്രണ്ട്, അവരുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട 2 ആളുകൾ. ഒരാൾ ഇടുക്കി രാജക്കാട് RSS ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് താമസിക്കുന്ന ഒരു മനുഷ്യൻ. ഇങ്ങനെ 3, 4, 7 പേര് ഒരൊറ്റ മുറി വീട്ടിൽ അന്തി ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ സംഭവിക്കാവുന്ന ജീവിതത്തിൽ ഒരിക്കലും പാടില്ലാത്ത മൂല്യശോഷണത്തെ സംബന്ധിച്ച് ഈ നാടിനറിയാവുന്നതാണ്. നിങ്ങൾ നോക്കൂ, ആദ്യത്തെ കുട്ടി മരിച്ചപ്പോ, 2ാമത്തെ കുട്ടി മരിച്ചപ്പോൾ ഈ അമ്മ പറഞ്ഞ കാര്യം അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ 2ാമത്തെ കുട്ടി മരിക്കില്ലായിരുന്നു. ഇപ്പോഴിതാ CBI പറയുന്നു, ഈ കുട്ടികളെ, സ്വന്തം മക്കളെ, സ്വന്തം കാമുകന്, അതായത് ഭർത്താവാണെന്ന് പറയുന്ന ഈ മനുഷ്യന് മുന്നിൽ കാഴ്ചവെക്കാൻ, മറ്റ് പ്രായപൂർത്തി അവിടെ വീട്ടിൽ അന്തേവാസികളായ ഈ ആളുകൾക്ക് കാഴ്ചവെക്കാൻ അമ്മ കാവൽ നിന്നുവെന്ന്, ഈ കുട്ടികളുടെ മരണത്തിന് ഉത്തരവാദിയായി 1ാം പ്രതിയായി ഈ അമ്മയുണ്ടെന്ന് അപമാനഭാരത്തോടെ ഈ കേരളം നിൽക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോ 1ാമത്തെ മകൾ മരിച്ചതിന്റെ പ്രതികളെ പിടിച്ചുകൊണ്ടുപോയി രാത്രി 12 മണി കഴിയുന്നതിന് മുമ്പ് പാർട്ടിയുടെ ലോക്കൽ നേതാക്കളാണ് അവരെ വിട്ടുകൊണ്ടുവന്നതെന്ന കല്ലുവെച്ച നുണ ഈ നാട്ടിലാകെ പ്രസംഗിച്ചവർ. സഖാവ് MP രാജേഷിനെതിരെ, MP രാജേഷിന്റെ ഭാര്യ സഹോദരൻ, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് നിതിൻ കണിച്ചേരിക്കെതിരെ ഈ നാട്ടിലാകെ പ്രചരണം നടത്തിയവർ, പിണറായിയിലേക്ക് പ്രിയപ്പെട്ടവരെ തലമുട്ടയടിച്ച് സ്ഥാനാർത്ഥിയാവാൻ ചെന്നവർ. തൃത്താലയിൽ MP രാജേഷ് മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വെള്ള ഉടുപ്പിൽ ചോര, ഇങ്ങനെ ചുവന്ന മഷി കൊണ്ട് ചോര ഇറ്റ് വീഴുന്നത് പോലെ ഉള്ള ഉടുപ്പുകൾ, വെള്ള ഉടുപ്പുകൾ പോളിംഗ് ബൂത്തിന് സമീപത്ത് വെച്ച് ഈ നാട്ടിൽ സഖാവ് MP രാജേഷിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും വേട്ടയാടാൻ നേതൃത്വം കൊടുത്ത ഈ നാട്ടിലെ വലതുപക്ഷം, അതിന്റെ രാഷ്ട്രീയ നേതൃത്വം, പ്രിയപ്പെട്ടവർ, അവർ കോശാനമാടിയ മാധ്യമങ്ങൾ, എന്റെ CBI എന്ന് പറയുന്ന ഒരു അന്വേഷണ ഏജൻസി അമ്മയെ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചപ്പോ ഒരു വാക്കും ഈ കേരളത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ കാണണം. നിങ്ങൾ നോക്കൂ, നവീൻ ബാബു എന്ന് പറയുന്ന ഒരു പേര് ഈ നാട്ടിൽ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. നവീൻ ബാബു ആത്മഹത്യ ചെയ്യുമ്പോ PP ദിവ്യ എന്റെ മരണത്തിന് ഉത്തരവാദിയാണെന്ന് എഴുതി വെച്ചിട്ടില്ല. പക്ഷേ ഈ പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചു. ആ കുടുംബത്തിന് വേദനയുണ്ടായി, ആ കുടുംബത്തിന് അച്ഛനെ നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെടുന്നതിന് അറിഞ്ഞോ അറിയാതെയോ ഒരു വേദിയിൽ കയറി ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരാൾക്ക് പങ്കുണ്ടെങ്കിൽ ഞങ്ങളിത് മാതൃകാപരമായി എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കുന്നു, നിയമം അതിന്റെ വഴിക്ക് പോകുന്നു, കേസെടുക്കുന്നു, റിമാൻഡ് ചെയ്യുന്നു, ജയിലിനകത്താകുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴത്തെ വയനാട്ടിൽ കോൺഗ്രസിന്റെ 10 കാലം കോൺഗ്രസിന്റെ ട്രഷററും നേതാവുമായ ഒരു അച്ഛനും മകനും ആത്മഹത്യ ചെയ്ത് ആത്മഹത്യാ കുറിപ്പെഴുതി അംഗവൈകല്യമുള്ള, അംഗപരിമിതനായ തന്റെ മകനെ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിൽ നിന്ന് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ട് അതിന്റെ മനോവിഷമം കൊണ്ട്
കൊണ്ട് 3 സഹകരണ ബാങ്കുകളിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ ഇടനിലക്കാരനായി പാർട്ടി നേതൃത്വം വാങ്ങിക്കൊടുത്ത് പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ഈ 2 സംഘങ്ങൾ, ഒന്ന് BJP-യും ഒന്ന് ഇടതുപക്ഷവും വിജയിച്ചപ്പോ ഇവര് പറയുന്നവർക്ക് അവിടെ ജോലി കൊടുക്കാൻ സാധ്യമല്ല എന്ന് വന്നപ്പോ വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടപ്പോ IC ബാലകൃഷ്ണനും DCC നേതൃത്വവും അത് തയ്യാറാവാതെ വന്നപ്പോ താൻ വാങ്ങിയ പണം ആളുകൾ തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കാൻ കഴിയാതെ സ്വന്തം മകനും അതുപോലെ ഈ അച്ഛനും ആത്മഹത്യാക്കുറിപ്പ് എഴുതി ആത്മഹത്യ ചെയ്ത് സ്വന്തം കുടുംബക്കാരോട് പറഞ്ഞു, ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ച പാർട്ടിക്കെതിരായി ഈ കത്ത് ആയുധമാക്കരുത്, ഞാൻ മരിച്ച് 10 ദിവസം കഴിഞ്ഞ് ഇത് പ്രസിദ്ധീകരിക്കാമോ, പുറത്തുവിടാമോ എന്ന് പറഞ്ഞ് പാർട്ടിയോട് കൂറുള്ള ഒരു മനുഷ്യൻ മരിച്ചിട്ടും IC ബാലകൃഷ്ണൻ MLA ആയി ഈ നാട്ടിൽ തുടരുന്നുണ്ട് എന്ന് എന്തേ ഈ നാട്ടിലെ മാധ്യമങ്ങൾ പറഞ്ഞില്ല? അവരത് പറയില്ല എന്ന് നമ്മൾ കാണണം. ഓമനക്കുട്ടനെ കുറിച്ചുകൂടെ പറഞ്ഞു. ഓമനക്കുട്ടന്റെ പേര് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയും. പ്രിയപ്പെട്ടവരെ, കോൺഗ്രസ് ആലുവയിൽ ഒരു പിഞ്ചു കുഞ്ഞ് വേട്ടയാടി കൊല്ലപ്പെട്ടപ്പോ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച സഹായധനം തട്ടിപ്പറിച്ച കോൺഗ്രസിന്റെ നേതാവിന്റെ പേര് ഈ നാട്ടിൽ ആർക്കെങ്കിലും അറിയുമോ? ആർക്കും അറിയില്ല. അതാണ് ഈ നാട്ടിലെ മാധ്യമങ്ങൾ കോൺഗ്രസ് ഉണ്ടാക്കി കൊടുക്കുന്ന പ്രിവിലേജ് എന്ന് നമ്മൾ അറിയണം. ഈ കേരളത്തെ പിന്നീട് എങ്ങനെയാണ് തകർക്കാൻ നോക്കിയത്? നമുക്ക് വരേണ്ട വിഹിതങ്ങൾ നടന്നു, നമ്മുടെ പദ്ധതി വീതം നടന്നു, GST വീതം നടന്നു, കടമെടുപ്പിന്റെ പരിധി കുറച്ചു. ഈ കേരളത്തിൽ റോഡുണ്ടാകരുത്, പാലമുണ്ടാകരുത്, ശമ്പളം മുടങ്ങണം, പെൻഷൻ കൊടുക്കരുത്, ഈ നാട് തകരണം എന്നാഗ്രഹിച്ച് വലതുപക്ഷവും വർഗീയതയും എല്ലാവരും ചേർന്ന് നിന്ന് നമ്മുടെ നാട്ടിൽ പലരും നടത്തി. ഇപ്പൊ യൂണിയൻ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് വന്നു. കേരളം എന്നൊരു വാക്കതിലില്ല, മറ്റെല്ലാം ഉണ്ട്. നിങ്ങൾ നോക്കുക, ഈ രാജ്യം ഫെഡറൽ രാജ്യമാണ്. ഫെഡറൽ സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ. ഇന്ത്യ ഒരൊറ്റക്കല്ലിൽ ഉണ്ടാക്കിയ രാജ്യമല്ല. ഇത് വ്യത്യസ്തതകളുടെ വൈജാത്യങ്ങളുടെ നാടാണ്. ആ നാട്ടിൽ ഈ കേരളത്തിൽ ഒന്നുമില്ല. ബഡ്ജറ്റിലൊന്നുമില്ല. എന്തേ ഇങ്ങനെ സംഭവിക്കാം? നമ്മുടെ എല്ലാ വിഹിതവും നടന്നു. എന്താണ് നമ്മുടെ നാട്ടിലെ ചർച്ച? അതാണ് കേരളം. ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോ കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ 8 കൊല്ലമായിട്ട് നിർമ്മല സീതാരാമന്റെ സാരിയെ കുറിച്ചാണ് ചർച്ച. നിർമ്മല സീതാരാമന്റെ സാരിയെ കുറിച്ചാണ് നമ്മുടെ നാട്ടിൽ ചർച്ച. നിങ്ങൾ നോക്കൂ, ഈ ഇന്ത്യ രാജ്യത്ത് അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ബാക്കി പത്രം ഇവിടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ. ഉണ്ണാനില്ലാത്തവർ, ഉടുക്കാനില്ലാത്തവർ, അക്ഷരം എഴുതാൻ അറിയാത്തവർ, തൊഴിലില്ലാത്തവർ, 142 കോടി മനുഷ്യന്റെ അവന്റെ ആകെ വരുമാനത്തിന്റെ 30% 100 കുടുംബങ്ങൾ കൈയടക്കി വെക്കുന്ന സാമ്പത്തിക അസമത്വത്തിന്റെ പറുദീസയായി നിൽക്കുന്ന ഒരു രാജ്യത്ത് ദാരിദ്ര്യ ലഘൂകരണത്തിന് പദ്ധതിയില്ല. ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നു, വിദ്യാഭ്യാസത്തിന് ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നു, അംഗൻവാടിക്ക് ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നു, നമ്മുടെ നാട്ടിലെ തൊഴിലിന് ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നു. ഈ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ 8 വർഷമായി പ്രിയപ്പെട്ടവരെ പദ്ധതി വിഹിതമായി, ബഡ്ജറ്റ് വിഹിതമായി എല്ലാ വർഷവും വർദ്ധിക്കുന്ന ഒറ്റ മേഖലയുള്ളൂ. ആ മേഖല പ്രതിരോധ മേഖലയാണ്. ഇവിടെയാണ് ഈ നാട് ചർച്ച ചെയ്യേണ്ടത്. ഇത് ചർച്ച ചെയ്യാൻ ഈ നാട്ടിലെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടോ? ഉണ്ണാനില്ലാത്തവരും ഉടുക്കാനില്ലാത്തവരും ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാർ ജീവിക്കുന്ന ഒരു രാജ്യത്ത് എല്ലാ കൊല്ലവും ആയുധം വാങ്ങാൻ, പടക്കോപ്പ് വാങ്ങാൻ, പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി പണം മാറ്റിവെക്കാൻ ഏറ്റവും കൂടുതൽ പണം മാറ്റിവെക്കുന്ന ഒരു രാജ്യം ഈ ലോകത്ത് ഇന്ത്യ മാത്രമാണ്. 21,700 കോടി രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ അംഗൻവാടിക്ക് വേണ്ടി ഈ രാജ്യത്ത് യൂണിയൻ ഗവൺമെന്റ് നീക്കിവെച്ചത്. ഇപ്പൊ 20,000 കോടിയാണ്. 1,700 കോടി കുറഞ്ഞു. ഇവിടെ നരേന്ദ്രമോദിക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കണ, സനാതനത്തിന് വേണ്ടി പ്രസംഗിക്കാൻ പോണ RSS BJP ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ. നമ്മുടെ നാട്ടില് 5 വയസ്സിന് താഴ്ന്ന കുട്ടികളോട് അംഗൻവാടിയിലേക്ക് ഈ കൊല്ലം 1,700 കോടി രൂപ വെട്ടിക്കുറച്ചു. ഇത് ചർച്ച ചെയ്യണ്ടേ? ഈ ബഡ്ജറ്റ് അവതരണത്തിന് മുമ്പ് ഒരു എക്കോണമിക് സർവേ ഈ രാജ്യത്ത് പ്രസിദ്ധീകരിക്കും. എല്ലാ കൊല്ലം ഉണ്ടാവും. ഈ കൊല്ലം ഉണ്ടായി. ആ എക്കോണമിക് സർവേയിൽ എത്രയോ തവണ കേരളം 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 എന്ന് പറഞ്ഞു. എന്തൊക്കെയാണെന്നറിയോ? ഈ എക്കോണമിക് സർവേയിൽ പറഞ്ഞു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന നാട് കേരളമാണ്. അസംഘടിത മേഖലയിൽ, നിർമ്മാണ മേഖലയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിവസവേതനം കിട്ടുന്ന നാട് കേരളമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ മറ്റു പല സ്ഥലത്തും ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന നാട്, ഏറ്റവും കുറവ് പട്ടിണിയുള്ള നാട് കേരളമാണ്. സാമ്പത്തിക സർവേയിൽ പറഞ്ഞു. കടമെടുപ്പിന്റെ കാര്യത്തിൽ 15ാം സ്ഥാനത്താണ് കേരളം.
ഇവിടെ എന്താണ് വലതുപക്ഷ ആൾക്കാർ പറഞ്ഞത്? ഇന്ത്യയുടെ എക്കണോമിക് സർവേയിൽ പറയുന്നു 28 സംസ്ഥാനങ്ങളിൽ കടമെടുപ്പിന്റെ കാര്യത്തിൽ, കടക്കണിയുടെ കാര്യത്തിൽ 15ാം സ്ഥാനത്താണ് കേരളം. ഇങ്ങനെ കേരളത്തെ കുറിച്ച് പലതും പറഞ്ഞു. അവസാനം ആ സാമ്പത്തിക സർവേയുടെ രത്ന ചുരുക്കത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ഈ ലോകത്തോട് പറഞ്ഞു, കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയിൽ സാമ്പത്തിക വളർച്ച കുറഞ്ഞു. കോൺഗ്രസോ ലീഗോ മലയാള മനോരമയോ ചർച്ച ചെയ്തു. കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിലല്ല ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കുറഞ്ഞു. ഇവിടെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു കെ.എൻ. ബാലഗോപാൽ. അതിന്റെ സാമ്പത്തിക സർവേയിൽ പറയുന്നുണ്ട്, കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത്രയെല്ലാം പ്രതിസന്ധി ഉണ്ടായിട്ടും ഈ കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച 10.5% വർദ്ധിച്ചു. ഇതാ മാറ്റം. അപ്പോ സാമ്പത്തിക വളർച്ച കുറയുമ്പോ എന്താ സർക്കാർ ചെയ്യേണ്ടത്? അവിടെ ഇടതുപക്ഷം വലതുപക്ഷം തമ്മിലുള്ള വ്യത്യാസം. സാമ്പത്തിക വളർച്ച കുറയണമെന്ന് കണ്ടാൽ സാമ്പത്തിക വളർച്ചയുടെ സൂചി ഇങ്ങനെ തിരിഞ്ഞാണ് വരുന്നതെന്ന് ഈ രാജ്യം ഭരിക്കുന്നവർക്ക് മനസ്സിലായാൽ എന്ത് ചെയ്യണം? സർക്കാരിന്റെ റവന്യൂ ചെലവ് കൂട്ടണം. വരവല്ല, ചെലവ് കൂട്ടണം. അതിനെന്ത് വേണം? നമ്മുടെ അടിസ്ഥാന വികസന സൗകര്യത്തിലുള്ള പണം കൂട്ടണം, ദാരിദ്ര്യ നിർമ്മാണത്തിനുള്ള പണം കൂട്ടണം, ആരോഗ്യ മേഖലയ്ക്ക് പണം കൂടുതൽ വെക്കണം, തൊഴിലുറപ്പിന് കൂടുതൽ പണം വെക്കണം. ഇങ്ങനെ പണം വെക്കുമ്പോൾ ഈ പണം എവിടേക്ക് വരും? നമ്മുടെ നാട്ടിലേക്ക് വരും. തൊഴിലുറപ്പിന് കൂടുതൽ പണം വെച്ച് ഈ നാട്ടിലാളുകൾക്ക് തൊഴിൽ കിട്ടും, അവന് കൂലി കിട്ടും. ഈ കൂലി കിട്ടിയിട്ട് പൈസ കൊണ്ട് അങ്ങാടിയിൽ കയറണം, കച്ചവടക്കാരന് കച്ചവടം കിട്ടും, ഓട്ടോറിക്ഷക്കാരന് ഓട്ടം കിട്ടും, ഓട്ടോറിക്ഷക്കാരൻ പെട്രോൾ പമ്പ് പോവും, അവിടെ എണ്ണയടിക്കും, ഈ സാമ്പത്തിക സംക്രമണം നടക്കും. ഇത് നടക്കണം. ഇതാണ് സചേതനമായ സമ്പദ്ഘടന. ഇത് വേണമെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. ഇത് ഇവര് ചെയ്യുന്നില്ല. തൊഴിലുറപ്പിന്റെ ഫണ്ട് കുറച്ചു, ഞാനീ പറഞ്ഞ എല്ലാം കുറച്ചു. കേരളത്തിൽ ഒന്നും തരുന്നില്ല. നമുക്കറിയാം വയനാടിന് പാക്കേജ് ഇല്ല. ഒന്നും തരാതെ നിൽക്കുമ്പോ ഇതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ചർച്ചയില്ല. അപ്പോഴും കേരളത്തെ തകർക്കാണ്, കേരളത്തെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇതാ നമ്മുടെ നാട്ടിൽ ചർച്ച. പണ്ട് നമ്മൾ പെൻഷൻ കൊടുത്തപ്പോ നമ്മുടെ നാട്ടിൽ പറഞ്ഞു, ഇന്നലെയായിട്ട് മനോരമയിലോ മാതൃഭൂമിയിലോ ഒരു കാർട്ടൂണുകൾ കണ്ടിട്ടുണ്ടാവും. തൊഴിലാളി ഇങ്ങനെ കസേരയിൽ കിടന്നിട്ട് ഫോൺ തോണ്ടുന്ന ഒരു സാധനങ്ങൾ ആരെങ്കിലും കണ്ട? എന്നിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് അരി ഫ്രീ, സ്കൂൾ വിദ്യാഭ്യാസം ഫ്രീ, ചികിത്സ ഫ്രീ. അങ്ങനെ ഈ തൊഴിലാളി തൊഴിലിന് പോകാൻ പറ്റാതെ മടി പിടിച്ചിട്ട് ചാരികാസേരെ കിടന്നിട്ട് ഇങ്ങനെ ഫോൺ തോണ്ടാണെന്ന് അധ്വാനത്തിന്റെ കമ്പോളത്തിൽ സ്വന്തം അധ്വാന ശക്തി വിറ്റ് ജീവിതം കണ്ടെത്തുന്ന ഈ നാട്ടിലെ മഹാപാവങ്ങളായ 10,000-കണക്കിന് തൊഴിലാളികളെ അപമാനിച്ചുകൊണ്ട് ഈ നാട്ടിൽ മനോരമ ഒരു കാർട്ടൂണ് ഇന്നോ ഇന്നലെയോ നമ്മുടെ നാട്ടിൽ പ്രസിദ്ധീകരിച്ചു. നിങ്ങൾ നോക്കൂ, എന്താണ് കേരളത്തിന്റെ സമീപനം? കേരളത്തിലൊരു ബഡ്ജറ്റ് വന്നു. കേരളത്തിന്റെ ബഡ്ജറ്റ് നമുക്കറിയാം 10% സാമ്പത്തിക വളർച്ചയുണ്ടായി. ധനത് വരുമാനം കൂട്ടി, നമ്മുടെ നികുതി വരുമാനം കൂട്ടി. അപ്പൊ ഇവർ പറയണം മദ്യത്തിൽ നിന്നാണ്. നിങ്ങൾ നോക്കൂ, 87,500 കോടി രൂപ ഈ കേരളത്തിൽ കിഫ്ബിയിൽ നിന്ന് മാത്രം നമ്മുടെ നാട്ടിൽ അടിസ്ഥാന വികസനത്തിൽ 8 കൊല്ലമായി ചെലവഴിച്ചു. 87,500 കോടി. ഈ 87,500 കോടിയിൽ റോഡും പാലവും 300 സ്കൂളുകളും ആശുപത്രികളും ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളും വന്നു. 140 മണ്ഡലത്തിലും വന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഇങ്ങനെ കടം കൊണ്ട് ബുദ്ധിമുട്ടും അല്ലെങ്കിൽ വരുമാനമില്ലാതെ ബുദ്ധിമുട്ടുമ്പോഴും നാട്ടിൽ പണിറങ്ങണം. അങ്ങനെ പണിറങ്ങണം. അതിനാ കടം വാങ്ങിയിട്ട് പെൻഷൻ കൊടുത്തത്. കടം വാങ്ങിയിട്ട് എന്തിനാ പെൻഷൻ കൊടുക്കുന്നത് ചോദിച്ചു. ഇതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ ആൾക്കാർ ആരും ഈ പൈസ ഇങ്ങനെ തലേണയിൽ വെച്ചിട്ട് കിടന്നുറങ്ങില്ല. ഇത് നാട്ടിലിറങ്ങും. ഇതാണ് ഇടതുപക്ഷത്തിന്റെ സമ്പദ്ഘടന. ഇതാണ് ഇടതുപക്ഷത്തിന്റെ സമ്പദ് വ്യവസ്ഥ. ഇത് ഈ നാട്ടിൽ നടത്തി. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ ബഡ്ജറ്റ് വന്നു, എല്ലാ മേഖലയിലും മാറ്റമുണ്ടായി. അപ്പൊ നമ്മുടെ നാടിന് തകർക്കാനുള്ള പല ശ്രമം നടക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ഉണ്ടായപ്പോഴും ഈ കേരളം പിടിച്ചു നിൽക്കുകയാണ്. എല്ലാ വികസന പ്രവർത്തനവും നടക്കുകയാണ്. പെൻഷൻ ഏകദേശം കൃത്യമായിട്ട് കൊടുത്തു. ശമ്പളം, അപ്പോ ചിലർ പറയാണ് നികുതി കൂട്ടിയിട്ട് ശമ്പളം കൊടുക്കാനാണ്. നിങ്ങൾ നോക്ക്, അതിനാണോ? 5 രൂപ നികുതിയുള്ള വാസ്തു നികുതി 50% കൂട്ടി 7.5 റുപ്യവും. നമ്മുടെ നാട്ടില് അമ്പലത്തില് പണ്ട് പ്രസാദം അവിടുള്ള വഴിപാടുകൾക്കുള്ള പണം കൂട്ടിയിട്ടില്ലേ? 50 കൊല്ലം പത്താണ്. ഇപ്പോഴും അല്ല. കുർബാനയ്ക്കുള്ള പണം കൂട്ടിയിട്ടില്ലേ? കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ കാലം മാറുമ്പോൾ അതിനനുസരിച്ച് കാലാനുസൃതമായിട്ടുള്ള മാറ്റം വരണം. അങ്ങനെ മാറ്റം വന്നു. കുറച്ച് നികുതി കൂട്ടിയിട്ടുണ്ട്. ഈ നികുതി കൂട്ടി എന്തിനു വേണ്ടിയിട്ടാണ്?